വല്ല വിധം ഒരുത്തനെ പിടിച്ച് മുക്കുകയാണ് പലരുടെ ഇഷ്ടം. അതല്ല ഒരിക്കലും ഒരു മനുഷ്യൻ ഈ സ്നാനം പറയുമ്പോൾ സ്നാനത്തല്ല രക്ഷയില്ല. പക്ഷെ അതിനു മുമ്പ് ഒരിക്കൽ ഒരു ഉപദേശിയോട് പറഞ്ഞു നമുക്ക് ഇന്ന ഒരു വീട്ടിൽ വരെ പോകണം. ഞാൻ പറഞ്ഞു പോകാം, എന്നെ പറ്റി. അപ്പോൾ പുള്ളിയെ സ്നാനമൊക്കെ ഏറ്റ് സഭ വന്നിട്ട് ഇപ്പം ഇച്ചിരി പിന്മാറ്റമോ. അപ്പം ആരാ എന്നോട്, ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കറിയത്തില്ല. പക്ഷേ ഈ മനുഷ്യനെ വേണ്ടി ഞാൻ വർഷങ്ങൾക്ക് മുമ്പോട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ ഞാൻ റോഡിൽ വെച്ച് കണ്ട പരിചയമുള്ളൂ. ഞാൻ പിന്നെ അവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയിലാണ് പുള്ളി വരുന്നത്. അയാളെ കണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇയാളെ പറ്റി പേരറിയത്തില്ല, വീടറിയത്തില്ല, ഒന്നും ഞങ്ങൾ മിണ്ടിട്ടുമില്ല. ഇവിടെ ചെന്നപ്പോൾ ഈ കക്ഷിയാണ്. അപ്പം അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വീട്ടിലെ ഈ സ്നാനം വരിട്ട് പിന്മാറി എന്ന് പറഞ്ഞ അച്ഛൻ എന്നോട് കാര്യം പറഞ്ഞു. ഞങ്ങൾക്കറിയാം, സങ്കടം തോന്നും. ആ പുള്ളി പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ സ്നാനം വരിട്ട് പിന്നെ പള്ളി പോയി വിഗ്രഹങ്ങളെ സേവിക്കാൻ, ഓർത്തഡോക്സായിട്ട് വിഗ്രഹങ്ങളില്ലേ, അമ്മയും മറിയയും, ഇത് തെറ്റല്ലേ? അപ്പം പുള്ളി എന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ്. അതിന് ഞാൻ മാനസാന്തരപ്പെട്ടൊന്നുമില്ല. ഞാൻ സ്നാനം പറ്റപ്പോൾ അയാൾക്കും ബോധമുണ്ട് മാനസാന്തരപ്പെട്ടിട്ടാ സ്നാനം വെക്കണമെന്ന്. ഞാൻ മാനസാന്തരപ്പെട്ടൊന്നുമല്ല ഉപദേശിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതെന്നാ? അപ്പം പറഞ്ഞു, എൻ്റെ കുഞ്ഞിനൊരു പ്രശ്നം വന്നു, ഒരു രോഗം ഞാൻ പറയത്തില്ല, ഇതാരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവരെ. അപ്പം 2-3 പാസ്റ്റർമാർ വന്നിട്ട് പറഞ്ഞു സ്നാനമേറ്റ രോഗം കൊച്ചിന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ എന്നിട്ട് കൊച്ചിനെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഈ ഗുളിയോടെ കഴിക്കാമെന്ന് വെച്ചു. അവിടെ ചെന്ന് സ്നാനം പറ്റു. സ്നാനമേറ്റിട്ട് തിരിച്ചു വന്നിട്ട് ഈ പെന്തക്കോസ്ത് ഉപദേശിമാരെ ഇദ്ദേഹത്തെ കൊണ്ട് എല്ലാ പെന്തക്കോസ്ത് ചർച്ചുകൾ, എല്ലാ പെന്തക്കോസ്ത് ഹാളുകളിലും കയറ്റി ഇദ്ദേഹത്തെ കൊണ്ട് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഓർത്തഡോക്സുകാരനായിരുന്നു, ഇങ്ങനെ വിഗ്രഹത്തെ സേവിച്ചവനായിരുന്നു, ഞാൻ ദൈവകൃപയാൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞു, ഇതൊക്കെ സാക്ഷ്യം പറയിപ്പിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ രോഗം കൂടിയല്ലാതെ കുറഞ്ഞില്ല. ഇയാൾ പറഞ്ഞു തേടി കിടക്കുന്നു പറഞ്ഞു നിന്റെ വിശ്വാസം. എന്നിട്ട് തിരിച്ച് പള്ളിയിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞു ആച്ചാ ഞാൻ ഒന്നും മിണ്ടത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരു കാര്യം. അപ്പം യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ സ്നാനം പറ്റിയ കുഞ്ഞിൻ്റെ അസുഖം മാറാൻ അതിനാണോ സ്നാനം?